മണലയിൽ കളിക്കുന്ന കണ്ടപ്പോൾ ഞങ്ങൾ ഇവരുടെ കൂടെ കൂടിയേക്കുവാണ്. എന്തേലും ഉണ്ടാക്കി തരണമെന്ന് ചോദിച്ചപ്പോൾ ഒരാൾക്ക് ഫിഷും മറ്റേ ആൾക്ക് ടേർട്ടിലുമാണ് വേണ്ടത്. വല്ല പൂവോ കായോ പറയുമെന്ന് ഓർത്ത് ഞാൻ ഞെട്ടി നിൽക്കുവാണ്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുമെന്ന് ഓർത്ത് ഒരു ലവ് ഉണ്ടാക്കി തരട്ടെ എന്ന് നൈസിലെ ചോദിച്ചു നോക്കി. ഏറ്റില്ല. അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ച് പണി തുടങ്ങി. സാൻഡ് ബക്കറ്റിൽ നിറച്ച് അങ്ങോട്ടിടുന്നു ഇങ്ങോട്ടിടുന്നു, ഒരു കുഴിയെടുത്ത് നോക്കുന്നു. എന്ത് ചെയ്തിട്ടും അങ്ങോട്ട് റെഡിയാകുന്നില്ല. മണലിങ്ങനെ കുന്നുകൂടി വരുന്ന കണ്ടപ്പോൾ എന്നാൽ പിന്നെ ഒരു മൗണ്ടൻ ഉണ്ടാക്കി തരട്ടെ, കുക്കുഡ് മൗണ്ടൻ ഉണ്ടാക്കി തരട്ടെ എന്നൊക്കെ ചോദിച്ചു നോക്കി. അതും ഏറ്റില്ല. അങ്ങനെ എന്തൊക്കെയോ ഞങ്ങൾ കാണിക്കുവാണ്. ഇസയും ഇവയും ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. എൻ്റെ ഫിഷ് എവിടെ, എൻ്റെ ആമ എവിടെ എന്നുള്ള രീതിയിൽ. അങ്ങനെ ഫിഷിൻ്റെ ഷേപ്പ് ഏതാണ്ട് റെഡിയായി വരുന്നുണ്ട്. ടേർട്ടിൽ ഇനി എങ്ങനെ ഉണ്ടാക്കുമെന്നുള്ള ടെൻഷനിലാണ്. അങ്ങനെ ദേ ഫിഷിനെ കടലമ്മ കൊണ്ടുപോയി. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഈ കളിക്കില്ല എന്നൊക്കെ പറഞ്ഞ് മുങ്ങാന്ന് വിചാരിച്ചതാണ്. എന്നാലും ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് ഓർത്തു. ഞങ്ങൾ രണ്ടുപേരുടെയും കരവിരുതുകൾ പയറ്റുവാണേ. അങ്ങനെ ദേ ഫിഷും ടേർട്ടിലും ഒക്കെ റെഡിയായി വരുവാണ്. അപ്പോഴാണ് ഞങ്ങൾ ഇവരുടെ സംസാരം ശ്രദ്ധിച്ചത്. ആരിതിനെ പൊളിക്കും എന്നുള്ളതാണ് ഇവരുടെ തർക്കം. ഷവലൊക്കെ എടുത്ത് പിടിച്ച് റെഡിയായി നിൽക്കുവാണ്, ഇപ്പം പൊളിക്കാമെന്ന് പറഞ്ഞ്. ഞാൻ വൈഫിനോട് പറഞ്ഞു, എടി ഒരു കാരണവശാൽ ഇവരെ പൊളിക്കാൻ സമ്മതിക്കരുത് എന്ന്. അങ്ങനെ ടേർട്ടിലിൻ്റെ പണി തുടങ്ങി. ഈ ചെയ്യുന്നതിൻ്റെ POV ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞൻ ക്യാമറ എൻ്റെ ക്യാപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഈ ആംഗിളിൽ കാണുന്നത്. അങ്ങനെ ഫിഷും ടേർട്ടിലും ഒക്കെ ഏതാണ്ട് ഒരു ഷേപ്പായി വന്നു. ഇടയ്ക്ക് ഇസയും ഇവയും സംസാരിക്കുവാണ്. നീ തല പൊളിക്കട്ടെ, ഞാൻ വാല് പൊളിക്കുക എന്ന്. അല്ലേ വേണ്ട, നീ ഫിഷ് പൊളിക്കുക, ഞാൻ ടേർട്ടിൽ പൊളിക്കുക എന്നൊക്കെ പറഞ്ഞ് അവരൊരു തീരുമാനത്തിലെത്തി. എന്തായാലും ഇവർ പൊളിക്കുമെന്നുള്ള കാര്യത്തിൽ തീരുമാനമായി എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്നാൽ പിന്നെ ഒരുമിച്ച് പൊളിക്കാമെന്ന് ഓർത്തു. ദേ നോക്കിയേ, എന്താ സന്തോഷം. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ഞങ്ങൾ പറഞ്ഞിരുന്നില്ലേ, ഇവർ കടലിൽ ഇറങ്ങാൻ പേടിച്ചിട്ട് വീട്ടിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ കാര്യം. എന്നാൽ ഈ കരയുന്നത് വീട്ടിൽ പോകണ്ട, ഇവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ്. എന്താ അല്ലേ?